ഞാൻ കമാൽ ചാളാരി. വെൽക്കം ബാക്ക് മൈ ചാനൽ വില്ലേജ് ലൈഫ്. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ട ആളുകൾക്ക് അറിയാം. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നിലവിലുള്ള സ്ഥലം ടൈഗർ ഹിൽസ്, അതായത് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ട് ഇങ്ങോട്ട് വന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചോദിച്ചുകാണ്ട് നമ്മള് ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ചോദിച്ചറിഞ്ഞാണ്ട് കുറച്ചങ്ങോട്ട് കയറി വരാനുണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് നടക്കാനുണ്ട്. നമ്മളെ കൂടെ ആഷിക്കും ഉണ്ട്. നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. മൂപ്പര പരിചയത്തില് മൂപ്പര് ഒരു 5-6 വർഷമായിട്ട് ഇവിടെ ഊട്ടിയിലുള്ള ആളാണ്. അപ്പൊ മൂപ്പര ആ പരിചയത്തിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കറങ്ങാണ്. ഇനിയിപ്പോ നമ്മൾ എത്ര നടക്കാനുണ്ടാവും ഇവിടുന്ന്? 1 കിലോമീറ്റർ. അവിടെ എന്താ അണക്കെട്ടാണോ മെയിനായിട്ട്? 2 ഡാമാണ് ഇവിടെ കാണാനുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് നടന്നു നോക്കാം. ഫ്രണ്ട്സ്, ഇങ്ങോട്ട് വരാൻ ഒരുപാട് വഴികളുണ്ട്. ഊട്ടിയിലെ ടീ ഫാക്ടറി വഴി വരികയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാണാൻ നല്ല അടിപൊളി പ്ലേസ് ആണ് നമ്മൾ പോകുന്ന വഴികളൊക്കെ. ഇവിടെ അങ്ങോട്ട് നോക്കിയൊക്കെയാണെങ്കിൽ തന്നെ ഫുള്ള് മലനിരകളാണ്. എൻ്റെ വീടുകളും ഇതൊക്കെ ആയിട്ട് നമ്മൾ പോകാനുള്ളത്. ഇവിടെ റോഡ് ബ്ലോക്ക് ആക്കിയ പോലെ ഒരു മരം കൊണ്ട് വെച്ചിട്ടുണ്ട് അവര്. മരം വീണതാണെന്ന് തോന്നുന്നത്. ചവിട്ടിയ പണി കിട്ടി. ഇനി കുറച്ച് നടക്കാനുണ്ട്. 1 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്ന് പറഞ്ഞത്. ഇതെല്ലാം മറ്റേ എണ്ണ ഉണ്ടാക്കുന്ന മരം ഇതൊക്കെ യൂക്കാലിപ്സിന്റെ മരങ്ങളാണ് മൊത്തത്തില്. ഇവിടൊക്കെ പ്ലേസ് ഒക്കെ വേറെ ലെവലാണ് മൊത്തത്തില്. സൈഡിലൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ചെടി പോലെയൊക്കെ നല്ല പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും നല്ലൊരു കാട് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളില് പുലിയും അതുപോലെ തന്നെ കാട്ടുപോത്തൊക്കെ ഒരുപാടുണ്ട് എന്നാണ് പറഞ്ഞത്. ആളുകളൊന്നും വല്ലാതെ വിസിറ്റ് ചെയ്യുന്ന, ലീഗലായിട്ട് വരുന്ന സ്ഥലമൊന്നുമല്ല. പിന്നെ ഊട്ടിയിലോട്ടുള്ള മൊത്തം വെള്ളം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ഇത് നല്ല അടിപൊളി പ്ലേസാണ് കാണാൻ. നമ്മൾ പോകുന്ന വഴികളാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല മരവും കാടും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട്. നമ്മൾ ഫസ്റ്റ് അണക്കെട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതധികം 2 എണ്ണമാണുള്ളത്. ഇത് ഫസ്റ്റത്തേത്. ഇത് അത്ര വലുപ്പമല്ല, ഇതിനേക്കാൾ വലുപ്പമുള്ളതാണ് നമുക്ക് അടുത്ത് പോകാനുള്ളത്. ഇത് സ്ഥലം മൊത്തത്തിൽ കാണാൻ നല്ലൊരു പ്രത്യേക ഫീലിംഗ് ആണ് നമുക്ക്. ഇതിപ്പോൾ നമ്മൾ വന്നത് നട്ടുച്ച ടൈമായിപ്പോയി. അതാണ് ശരിക്കും വെയിലടിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ചീനവല പോലെയൊക്കെ, ചീനവലക്കൊക്കെ വേണ്ടി കെട്ടുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി വെച്ചത്. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതെന്നറിയില്ല. ഇതൊക്കെ ആളുകളൊന്നും വല്ലാതെ ഈ ഏരിയക്ക് വരാത്തത് കൊണ്ട് അതിൽ നമുക്ക് അടുത്ത് പോയേക്കാം. എന്താണ് നമ്മൾ അവിടുന്ന് പിന്നെയും കുറച്ച് നടക്കാനുണ്ട് ഇതിൻ്റെ ഇടയിലൂടെ. ഇവിടെ പരിചയമില്ലാത്ത ആളുകളെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കാട്ടിൻ്റെ ഉള്ളിൽ പെട്ടുപോകാൻ സാധ്യത ഉണ്ട്. നല്ലൊരു അടിപൊളി തോടും ഇതൊക്കെ ഉണ്ട്. അതിൽ ചെറിയ മീൻകുട്ടികളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ആ ചാലിൻ്റെ അരികിലൂടെ കുറച്ചങ്ങോട്ട് നടന്നു പോയേക്കാണെങ്കിൽ നമുക്ക് എത്താനുള്ള സ്ഥലത്തെത്തും. സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതൊരു കാടിന്റെ നടുവിലാണ്. ശരിക്കും നമ്മുടെ സ്വന്തം റിസ്കിലെടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വരാം. അത്ര തന്നെ. എന്താന്ന് വെച്ചൊക്കെയാണെങ്കിൽ ഇവിടെ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മൊത്തത്തിൽ പൊളി പ്ലേസ് ആണ്. നമ്മൾ പോകേണ്ട അപ്പുറത്തോട്ടാണ്. ശരിക്കും ഇപ്പൊ കാടിന്റെ ഉള്ളിലൂടെ 1 കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് ഇവിടുന്ന് എന്ത് സംഭവിച്ചാലും നമ്മൾ തന്നെ അതിനുള്ള ഗ്യാരണ്ടി. പ്ലേസ് മൊത്തത്തിൽ പൊളിയാണ്. ഇതൊക്കെ ഇതാണ് ഡാം. തൊട്ടപ്പുറത്ത് കാടാണ്. ഇതൊക്കെ അതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മൊത്തത്തിൽ അധികം ധൈര്യമല്ലേ, വീണാ കഴിഞ്ഞതാണ്. ഇവിടെ അധികം ഇതിന്റെ പിടുത്താണ് എന്നുണ്ടെങ്കിലൊക്കെ ചെറിയൊരു ഇതേ ഉള്ളൂ, ഹൈറ്റ് ഒന്നുമില്ല. ഇതിന്റെ അപ്പുറത്തോട്ടൊക്കെ അത് രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഈ മരത്തിന്റെ ഉള്ളിലൊക്കെ മൊത്തത്തിൽ കോട ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയാവും എന്നാണ് നമ്മുടെ ആശിക്ക് പറയുന്നത്. മൂപ്പര് ഇടക്കൊക്കെ ഇങ്ങോട്ട് വരാറുള്ള ആളാണ്. ഇതിന്റെ ഇടയിലോട്ട് ഇതില് മീനുകളൊക്കെ ഉണ്ട്. ഒക്കെ ചെറിയ ചെറിയ മീനുകളാണ്. നമുക്ക് കാര്യമായിട്ട് വലുപ്പമുള്ളതൊന്നും കാണുന്നില്ല. ഇതിന്റെ ഇപ്പുറത്തോട്ടും നല്ല കാടാണ്. ഫാമിലിയുമായിട്ടൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് നല്ലത്. എന്താ വെച്ചാൽ കാടിന്റെ ഉള്ളിലോട്ടായതുകൊണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, നേരെ പിറകിൽ നിന്ന് കാട്ടുപോത്താണ് വന്നത്. അതിന് നമ്മൾ പ്രകോപനപരമായിട്ട് അതിനോട് എന്തെങ്കിലുമൊക്കെ കാണിച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ആക്രമിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലോട്ട് അധികം കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ടൈഗർ ഹില്ല്. മൊത്തത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരേണ്ടവർക്കൊക്കെ ഇല്ലീഗലായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ട് നമ്മുടെ ജീവൻ്റെ ഇത് നമ്മൾ തന്നെ ഇതാക്കുക. ഒരു സെക്യൂരിറ്റി അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഊട്ടിയിൽ നമ്മൾ ആരും അധികം എത്തിപ്പെടാത്ത ഓരോ ഏരിയകളാണ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2-3 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.